നമസ്കാരം. ഇന്ന് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യ വികസന സൂചികകളുടെ കാര്യത്തിലും ഏറെ ഊറ്റം കൊള്ളുന്നവരാണ് നാം മലയാളികൾ. നമുക്കറിയാം, നമ്മുടെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അതോടൊപ്പം തന്നെ പോഷകാഹാരങ്ങളുടെ ലഭ്യത എന്നിവയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് നാം കണ്ടുവരുന്ന പല സംഗതികളും, നമ്മുടെ ആരോഗ്യ മേഖലയിൽ കണ്ടുവരുന്ന പല പ്രവണതകളും നമ്മുടെ ഈ ഒരു ചരിത്രത്തിന് വിഭിന്നമായിട്ടുള്ളതാണോ എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ മലപ്പുറത്ത് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള ഒരു ഒബ്സ്ട്രക്റ്റിക് കെയർ, അതായത് പ്രസവ സമയത്ത് ശുശ്രൂഷ കിട്ടാതെ ഹോം ഡെലിവറി, അതായത് വീട്ടിൽ പ്രസവം നടത്തുക എന്നുള്ള ഒരു സംഗതിയുടെ ഫലമായിട്ട് ഒരു യുവതി മരിക്കുകയുണ്ടായി, അതായത് കൊല്ലപ്പെടുകയുണ്ടായി. അതൊരു കൊലപാതകമായി തന്നെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് വേണമെന്നാണ് ഗവൺമെൻറ്റും എല്ലാ NGOസും ഇപ്പം ജനങ്ങളോട് പറയുന്നത്. അതായത് പ്രസവം പലപ്പോഴും ഒരു അസുഖമായി നമ്മൾ വിശേഷിപ്പിക്കുന്നില്ല എന്നിരുന്നാലും പ്രസവ സമയത്ത് സ്ത്രീക്കും അതുപോലെ ഗർഭസ്ഥ ശിശുവിനും ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷനുകൾ അനവധിയാണ്. അതായത് ഇപ്പം ഗർഭം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പലപ്പോഴും പ്രീ എക്ലാംസിയ, പ്രീമച്വർ കൺട്രാക്ഷൻസ്, പ്രീ ടേം ഡെലിവറി എന്ന് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുള്ള സംഗതി തന്നെയാണ് ഈ ഒരു പ്രസവ കാലഘട്ടം. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഉണ്ടാവാവുന്ന മറ്റ് കോംപ്ലിക്കേഷനുകൾ, മറ്റ് വൈകല്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എക്സ്പേർട്ടായ ഒരു മെഡിക്കൽ കെയർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തെ കണക്ക് പ്രകാരം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 200ഓളം പ്രസവങ്ങൾ വീട്ടിൽ നടന്നതായിട്ടാണ് കണക്ക്. ഇവർ പലപ്പോഴും ഒളിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തകർ കണക്കെടുക്കാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇവർ കൃത്യമായിട്ട് ഒളിച്ച് വെക്കുകയാണ്. കണക്കുകൾ ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യ സൂചികയെ താഴോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ്. അപ്പം ഇത്തരം സാമൂഹ്യാവസ്ഥകളെ നമ്മൾ കൃത്യമായിട്ട് മറികടക്കേണ്ടതുണ്ട്. ഇതുതന്നെയാവട്ടെ ഈ ഒരു ആരോഗ്യ ദിനത്തിൻ്റെ സന്ദേശവും. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന മറ്റ് മോശം പ്രവണതകൾ, കൗമാരക്കാരിലെ ആരോഗ്യം, അവരിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണത, പിന്നെ അമിതമായ ലഹരിയുടെ ഉപയോഗം. ഇത് ഈ കേരളത്തിൽ ഈ അടുത്തായിട്ട് ലഹരിയോട് ബന്ധപ്പെട്ട കൊലപാതകങ്ങളൊക്കെ വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ യുവാക്കളുടെ മാനസികമായ ആരോഗ്യം, അതോടൊപ്പം തന്നെ കായികമായ ആരോഗ്യം, ഇതൊക്കെ പലപ്പോഴും ഒരു ചോദ്യം ചെയ്യപ്പെടുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലേക്ക് ഊന്നിക്കൊണ്ടാവട്ടെ ഈ ആരോഗ്യ ദിനം കടന്നു പോകുന്നത്. താങ്ക് യു. Stay healthy. Follow for more.